നമസ്കാരം. അമേരിക്ക, ഇസ്രയേൽ, യൂറോപ്പ് എന്നിവരുമായി പൂർണ്ണ യുദ്ധത്തിലാണ് എന്ന് ഇറാൻ പ്രഖ്യാപിക്കുമ്പോൾ അത് അധിനിവേശ ശക്തികൾക്കും സാമ്രാജ്യത്വ മോഹങ്ങൾക്കും നൽകുന്ന ഒരു അന്ത്യശാസനം കൂടിയാണ്. അതുകൊണ്ടാണ് ഇതിന് കേവലം ഒരു രാഷ്ട്രീയ പ്രസ്താവനയായി എഴുത്തള്ളാൻ സാധിക്കാത്തത്. മറിച്ച് പതിറ്റാണ്ടുകളായി തങ്ങളെ ശ്വാസം മുട്ടിക്കാൻ ശ്രമിക്കുന്ന ബാഹ്യ ശക്തികൾക്കെതിരെയുള്ള ഒരു ജനതയുടെ മൊത്തത്തിലുള്ള ആത്മാഭിമാനത്തിന്റെയും വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ട വീര്യത്തിന്റെയും പ്രഖ്യാപനമായി മാത്രമേ ഇതിനെ കാണാനാകൂ. സ്വന്തം കാലിൽ നിൽക്കാൻ ശ്രമിക്കുന്ന ഒരു രാജ്യത്തെ ഒറ്റപ്പെടുത്തുക എന്നത് പാശ്ചാത്യ രാജ്യങ്ങളുടെ പണ്ടേയുള്ള ഒരു തന്ത്രമാണ്. അത് എന്തുകൊണ്ടെന്നാൽ ഇറാന്റെ ശാസ്ത്രീയവും സൈനികവുമായ മുന്നേറ്റങ്ങൾ തങ്ങളുടെ അധിനിവേശ മോഹങ്ങൾക്ക് വിലങ്ങുതടിയാകുമെന്ന് അവർക്കറിയാം എന്നതിനാൽ. എന്നാൽ ഉപരോധങ്ങളുടെ ചങ്ങലകൾ കൊണ്ട് ഇറാന്റെ നിശ്ചയദാർഢ്യത്തെ ബന്ധിക്കാൻ അവർക്കായില്ല. സാങ്കേതിക വിദ്യയിലും മിസൈൽ ശേഷിയിലും ഇറാൻ കൈവരിച്ച വിസ്മയിപ്പിക്കുന്ന വളർച്ച ശത്രുപാളയങ്ങളിൽ വലിയ പരിഭ്രാന്തി സൃഷ്ടിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ മണ്ണിൽ നേരിട്ടൊരു ആക്രമണം നടന്നാൽ പ്രതികരണം ഇതുവരെ കണ്ടിട്ടില്ലാത്ത വിധം മാരകമായിരിക്കും. ഇതായിരുന്നു ഇറാൻ സൈനിക വക്താക്കളുടെ വാക്കുകൾ. ഇതിലൂടെ തങ്ങളുടെ കരുത്തിലുള്ള അപാരമായ വിശ്വാസത്തെയാണ് സൂചിപ്പിക്കുന്നത്. അത് വെറും ഒരു ഭീഷണിയല്ല, മറിച്ച് ശത്രുവിന് താങ്ങാൻ കഴിയാത്ത നാശനഷ്ടങ്ങൾ വരുത്താൻ ശേഷിയുള്ള ഒരു പ്രതിരോധ നിര ഇറാന് പിന്നിലുണ്ട് എന്നത് സത്യമാണ്. കേവലം അതിർത്തിയിലെ വെടിയൊച്ചകളല്ല ഇറാൻ ഇന്ന് നേരിടുന്നത്, മറിച്ച് അതിനേക്കാൾ ഭീകരമായ സാമ്പത്തിക സാംസ്കാരിക കടന്നുകയറ്റങ്ങളാണ്. 1980കളിലെ ഇറാൻ ഇറാഖ് യുദ്ധത്തെക്കാൾ സങ്കീർണമായ ഹൈബ്രിഡ് യുദ്ധമാണ് തങ്ങൾക്കെതിരെ നടക്കുന്നതെന്നും പെഷഷ്കിയാൻ ലോകത്തെ തന്നെ ഓർമ്മിപ്പിക്കുന്നു. അന്ന് ശത്രു നേരിട്ടായിരുന്നു എങ്കിൽ ഇന്ന് അവർ ഉപരോധങ്ങളുടെയും നയതന്ത്ര സമ്മർദ്ദങ്ങളുടെയും നിഴലിൽ ഒളിച്ചിരിക്കുകയാണ്. അങ്ങനെ ഇരുന്നാണ് ആക്രമിക്കുന്നത്. സയനിസ്റ്റ് അമേരിക്കൻ കൂട്ടുകെട്ടിന്റെ ഈ ചതിക്കുഴികളെ തിരിച്ചറിഞ്ഞ് തങ്ങളുടെ പരമാധികാരം സംരക്ഷിക്കാൻ ഇറാൻ നടത്തുന്ന മുന്നേറ്റം ലോകത്തെ മർദ്ദിത ജനങ്ങൾക്ക് വലിയൊരു പാഠം കൂടിയാണ്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ചേർന്ന് പശ്ചിമേഷ്യയുടെ ഭൂപടം തങ്ങളുടെ ഇഷ്ടാനുസരണം മാറ്റിവരയ്ക്കാൻ ഗൂഢാലോചന നടത്തുമ്പോൾ ഇറാൻ ഒരു വൻമതിൽ പോലെ അവർക്ക് മുന്നിൽ നിലകൊള്ളുന്നുണ്ട്. ഗാസയിലും ലെബനിലും സിറിയയിലും പ്രതിരോധത്തിന്റെ വിത്തുകൾ പാകിയ ഇറാൻ പശ്ചിമേഷ്യയിലെ അധിനിവേശ ശക്തികളുടെ മേൽക്കോയ്മ അവസാനിപ്പിക്കാൻ ഉറച്ച തീരുമാനത്തിലാണ്. പട്ടിണിക്കിട്ടും സാമ്പത്തികമായി ശ്വാസം മുട്ടിച്ചും ഒരു ജനതയെ മുട്ടുകുത്തിക്കാമെന്ന വെള്ളക്കാരന്റെ വ്യാമോഹം ഇറാന്റെ കരുത്തിനു മുന്നിൽ തകർന്നടിയുകയാണ്. പശ്ചിമേഷ്യയിൽ സമാധാനം ഉണ്ടാകണമെങ്കിൽ അത് അധിനിവേശ ശക്തികളുടെ താല്പര്യങ്ങൾക്കനുസരിച്ചല്ല, മറിച്ച് ആ മണ്ണിലെ ജനതയുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ചായിരിക്കണം. ഇറാന്റെ ഈ പൂർണ്ണ യുദ്ധ പ്രഖ്യാപനം വാസ്തവത്തിൽ നീതിക്കും സ്വാതന്ത്ര്യത്തിനും വേണ്ടിയുള്ള പോരാട്ടത്തിന്റെ ഒരു തുടർച്ചയാണ്. പുതിയ വർഷം പശ്ചിമേഷ്യയിൽ ആരുടെ കരുത്താണ് ജയിക്കുക എന്നത് ലോകം ഉറ്റുനോക്കുമ്പോൾ ആത്മാഭിമാനത്തോടെ ശിരസ് ഉയർത്തി നിൽക്കുന്ന ഇറാന്റെ പ്രതിരോധം അധിനിവേശ വിരുദ്ധ പോരാളികൾക്ക് ആവേശം പകരും.